നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സമീപകാലത്ത് നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ക്ലബ്ബാണ് സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ നസർ. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അവർ ആദ്യമായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചത്. ഒരു വലിയ മാറ്റത്തിനാണ് അവർ അവിടെ തുടക്കം കുറിച്ചത്. പിന്നീട് സാഡിയോ മാനെ, ഐമറിക് ലപ്പോർട്ടെ തുടങ്ങിയ ഒരുപാട് മികച്ച താരങ്ങളെ, ബ്രോസോവിച്ച് ഉൾപ്പെടെയുള്ള ഒരുപാട് മികച്ച താരങ്ങളെ അവർ സ്വന്തമാക്കി എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു താരത്തെ കൂടി ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്. അതായത് യൂറോപ്പിൽ നിന്നും ഒരു മികച്ച ഫുൾ ബാക്കിനെയാണ് അവർക്ക് ആവശ്യമുള്ളത്. ടോട്ടൻഹാമിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ എമേഴ്സൺ റോയലിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. 20 മില്യൺ പൗണ്ടിന്റെ ഒരു ഓഫർ എമേഴ്സന് വേണ്ടി ടോട്ടൻഹാമിന് അൽ നസർ നൽകിയിരുന്നു. പക്ഷെ ആ ഓഫർ ടോട്ടൻഹാം നിരസിച്ചു കളഞ്ഞു. താരത്തെ കൈവിടാൻ ഇപ്പോൾ സ്പർസ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഫുൾ ബാക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അൽ നസർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റാരുമല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ വാൻ ബിസാക്കയാണ്. ഫുൾ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന വാൻ ബിസാക്കയ്ക്ക് ഇപ്പോൾ ആവശ്യമായ അത്ര അവസരങ്ങൾ എറിക് ടെൻ ഹാഗ് നൽകുന്നില്ല. 13 മത്സരങ്ങളിലാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, വലിയൊരു മികവൊന്നും അവകാശപ്പെടാൻ വാൻ ബിസാക്കയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ താരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അൽ നസർ രംഗത്ത് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ വിറ്റൊഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒലീസിയെ അവർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും അധികം വൈകാതെ തന്നെ അൽ നസർ ഈ ഒരു താരത്തിന് വേണ്ടി ഓഫർ നൽകിയേക്കും. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വീകരിക്കുമോ, അതല്ലെങ്കിൽ വാൻ ബിസാക്ക അൽ നസറിലേക്ക് പോവാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ അലക്സ് ടെല്ലസ് നിലവിൽ അൽ നസറിലാണ് ഉള്ളത്. മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെയുണ്ട്. റൊണാൾഡോക്കൊപ്പം യുണൈറ്റഡിൽ വെച്ച് കളിച്ചിട്ടുള്ള താരം കൂടിയാണ് വാൻ ബിസാക്ക. ഇതൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം അൽ നസറിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.